വിവാദ ലോട്ടറി വ്യവസായി സാന്റിയാഗോ മാർട്ടിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തു. കൊച്ചിയിലെ ഇഡി ഓഫീസ് ആസ്ഥാനത്തായിരുന്നു ചോദ്യം ചെയ്യൽ. കള്ളപ്പണ ഇടപാടിലും അനധികൃത സ്വത്ത് സമ്പാദന കേസിലുമാണ് ചോദ്യം ചെയ്യൽ നടന്നത്. സാന്റിയാഗോ മാർട്ടിന്റെ 457 കോടി രൂപയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയതിന് പിന്നാലെയാണ് ഇഡി വിളിപ്പിച്ചത്. ലോട്ടറി വിൽപ്പനയിലെ ചട്ടങ്ങൾ ലംഘിച്ച് 910 കോടി രൂപ സമ്പാദിച്ചു, അനധികൃത പണമിടപാട് നടത്തി തുടങ്ങിയ ആരോപണങ്ങളിലാണ് സാന്റിയാഗോ മാർട്ടിനെതിരെ ഇഡി കേസെടുത്തത്. സിക്കിം സംസ്ഥാന ലോട്ടറിയുടെ മറവിൽ കോടികളുടെ കള്ളപ്പണ ഇടപാട് നടത്തിയെന്നാണ് ആരോപണം. കേരളത്തിൽ സിക്കിം ലോട്ടറി വിൽപ്പന നടത്തിയതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സിബിഐയും അന്വേഷണം നടത്തിയിരുന്നു. അന്വേഷണത്തിന്റെ ഭാഗമായി ഈ മാസം 12, 13 തീയതികളിൽ സാന്റിയാഗോ മാർട്ടിന്റെ ചെന്നൈയിലെയും കോയമ്പത്തൂരിലെയും സ്ഥാപനങ്ങളിലും വീടുകളിലും ഇഡി റെയ്ഡ് നടത്തിയിരുന്നു. തുടർന്നാണ് സിക്കിം ലോട്ടറികളുടെ മാസ്റ്റർ ഡിസ്ട്രിബ്യൂട്ടറായ കോയമ്പത്തൂരിലെ ഫ്യൂച്ചർ ഗെയിമിംഗ് സൊല്യൂഷൻസ് ഇന്ത്യ ലിമിറ്റഡിന്റെ ഓഫീസ്, കോയമ്പത്തൂരിലെ വീടും പരിസരവും, ചെന്നൈയിലെ കുടുംബാംഗങ്ങളുടെ വീടും ഓഫീസും ഉൾപ്പെടെ കണ്ടുകെട്ടിയത്. CPM മുഖപത്രമായ ദേശാഭിമാനിക്ക് സാന്റിയാഗോ മാർട്ടിൻ 2 കോടി രൂപ നൽകിയത് വലിയ വിവാദമായിരുന്നു. അന്യസംസ്ഥാന ലോട്ടറിക്ക് അനുകൂലമായ കോടതി വിധി 2021 ഉണ്ടാക്കിയതിനെ തുടർന്ന് വീണ്ടും അന്യസംസ്ഥാന ലോട്ടറി സംസ്ഥാനത്ത് വിൽക്കാൻ തയ്യാറെടുപ്പുകൾ നടക്കുന്നതിനിടയിലാണ് സാന്റിയാഗോ മാർട്ടിനെ ഇഡി വിളിപ്പിച്ചത്. സാന്റിയാഗോ മാർട്ടിന്റെ പക്കൽ നിന്ന് പിടിച്ചെടുത്ത 457 കോടി രൂപയുടെ കള്ളപ്പണം കേരളത്തിലെ സാധാരണക്കാരുടേതാണെന്നും CPMന്റെ സഹായത്തോടെയാണ് മാർട്ടിൻ ഈ പണം ഇവിടെ നിന്ന് കടത്തിയതെന്നും KPCC പ്രസിഡന്റ് K. സുധാകരൻ MP അഭിപ്രായപ്പെട്ടു. കേരളത്തിൽ നിന്ന് 80,000 കോടി രൂപ മാർട്ടിൻ കൊണ്ടുപോയിട്ടുണ്ടെന്ന VS അച്യുതാനന്ദന്റെ പ്രസ്താവന ശരിയാണെങ്കിൽ അത് ആ തുകയുടെ ചെറിയൊരംശം മാത്രമാണെന്നും K. സുധാകരൻ വാർത്താക്കുറിപ്പിൽ പറഞ്ഞു. News 18 കൊച്ചി.